ഒരു വിധത്തിൽ നമ്മൾ സാന്റിയാഗോ എത്തിച്ചിട്ടുണ്ട്. എന്നാ ഒരു ഇച്ചിരി അങ്ങോട്ട് അടുപ്പിക്കാവോ? ഇത് ലാൻഡിംഗ് ഗിയർ അതിൻ്റെ അടി കയറി കറങ്ങിയല്ല. ബാഗിലേക്ക് പറ. ഈ 100 കിലോമീറ്റർ ഓടി എത്താൻ നമുക്കൊരു 4 മണിക്കൂർ എടുക്കും. ഹലോ സാർ, നമ്മളെവിടെയാണ്? ആൽബുക്കർക്കാണോ? ഫ്യൂവൽ അടിക്കേണ്ട സ്ഥലമാണ് അല്ലേ? ഇപ്പം നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ദേവസ്യാച്ചൻ ന്യൂ മെക്സിക്കോയിലെ ആൽബുക്കർക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇവിടുന്ന് നമുക്ക് ഫ്യൂവൽ അടിച്ചിട്ട് വേണം പോകാൻ. പക്ഷേ അയ്യോ, അവൻ ബാക്ക് അടിച്ച് ഇടിച്ച് കുത്തിയേനല്ലേ? ദേവസ്യാച്ചൻ രക്ഷിച്ചാണ്. സാറേ മയക്കെന്ന് വെച്ചേക്കാം. ഇവൻ എങ്ങോട്ടാ ഈ ബാക്കപ്പ് ഇടുന്നത്? അല്ല, അവൻ ഇങ്ങോട്ട് വളച്ചെടുത്തിട്ട് പോവാൻ വേണ്ടിട്ടാണോ? ഇവൻ ഇത് കുറെ നേരം മര്യാദക്ക് ഇത് ഇച്ചിരി മര്യാദക്ക് ഇങ്ങോട്ട് എടുത്തിട്ട് അത് അവിടെ അപ്പുറത്ത് പോയിട്ട് ഇതെടുത്താ പോരെ. അവൻ അതിലേ പോയിട്ട് തിരിച്ചിട്ട് ഇങ്ങോട്ട് എടുത്തിട്ട് ബൈക്ക് എടുത്താൽ മതി. അവൻ അവിടുന്ന് അതിനകത്ത് നിന്ന് കിടന്ന് കളിക്കുന്നത് കണ്ടോ? അവിടെ മുഴുവൻ ബ്ലോക്കാക്കി. ഇപ്പം അപ്പുറത്തന്നോട്ട് കൊടുത്തവനെ. അതുകൊണ്ട് കുത്തിയാനോ അവൻ? മറ്റേ അടിച്ചില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഇടിച്ചാനെ. ഒരു വൃത്തിയായിട്ട എല്ലാവരും എന്നിട്ടാണോ ഇവിടെ ബ്ലോക്ക് ആയേക്കുന്നത്? അവൻ അവിടെ കിടന്ന് തിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് തിരിച്ചിട്ട് അങ്ങ് പോയാ പോരെ. ഇത്രയും സ്ഥലം കിടക്കുന്നു. ഇവിടെ ഒരു മനുഷ്യനില്ല, എന്നിട്ടാണ് അവിടെ കിടന്നുകൊണ്ട് ബ്ലോക്ക്. മറ്റവൻ അവിടെ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുവാണോ? ആരാ? ഒരുത്തരം അവിടെ കിടന്നു. എവിടെ? അല്ല, അവൻ പാർക്ക് ചെയ്തോളിട്ടോ അതിന്റെ ഇടയിൽ കുത്തി കയറ്റി വെച്ചിട്ടുണ്ടോ? അവൻ അവിടെ നിന്ന് തിരിച്ചാ ഇതാ പിന്നെയും വരുന്നുണ്ട് ഇതില്. ഇവൻ എവിടെ നിന്നും ചവിട്ടുകൊള്ളാൻ പോയത്. അവന് നേരെ മര്യാദയ്ക്ക് ഇത് അവിടെ തിരിക്കാം. ഏതാ ഇപ്പൊ നമ്മൾ വന്നില്ല, അവിടെ വട്ടത്തിൽ തിരിച്ചാ പോരെ. ഭാഗ്യത്തിന് ഇന്ത്യക്കാരനല്ല. അല്ല, ഇന്ത്യക്കാരനല്ല, രക്ഷപ്പെട്ടു. അവൻ എന്നെ ഓവർടേക്ക് ചെയ്ത് കയറി വന്നതാ. ഞാനവിടെ തന്നാ പിന്നെ അവൻ. ഞാൻ ഒന്ന് പെട്ടെന്ന് പല്ല് വെച്ചിട്ട് വരാം. നിങ്ങള് ഞാൻ ഫ്യൂൽ അടിക്കും. ആയിക്കോട്ടെ. അപ്പം ന്യൂ മെക്സിക്കോയിലെ ആൽബക്കർക്കിൽ നിന്നും നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്യൂലൊക്കെ അടിച്ചോ? അടിച്ചു. ഈ 10 ലിറ്റർ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഈ ബഹളം മുഴുവൻ കാണണ്ടല്ലേ? ഏകദേശം പറഞ്ഞു കേട്ടോ, പാക്കറ്റ് പാല് മേടിക്കണ പോലെ ഇവിടുന്ന് അടിക്കണമെന്ന്. സംഭവം വേറൊന്നുമല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, നമ്മൾ തിരിച്ച് റിട്ടേൺ പോകുമ്പോൾ ഉണ്ടല്ലോ, നമുക്കറിയാലോ ഇത്ര കിലോമീറ്റർ ആണ് നമ്മൾ ഓടണമെന്ന്. അപ്പം അതുകൊണ്ട് നമ്മുടെ കമ്പനി വേറെ ചില കാര്യങ്ങൾ മേക്ക് ഷുവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളോട് ഇന്ന സ്ഥലത്ത് നിന്ന് ഇത്ര, ഇന്ന സ്ഥലത്ത് നിന്ന് ഇത്ര എന്നും പറഞ്ഞുകൊണ്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ അവർ ഈ ഡ്രൈവർമാർ ഡീസൽ അടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ തടയാൻ വേണ്ടിയിട്ടും ഡീസലിൻ്റെ അളവ് കറക്റ്റായിട്ടാണോ ഉപയോഗിക്കണതെന്നൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തിരക്കും സഹിച്ച് ഇവിടുത്തെ ഇട്ടാവട്ടത്തിൻ്റെ അടുത്ത് കിടന്ന് പല ട്രക്കുകാരുമായിട്ട് ബഹളം ഉണ്ടാക്കി നമ്മൾ അടിക്കുന്നത് ചിലപ്പോൾ 20 ലിറ്ററും ഗാലനും 30 ഗാലനും ഒക്കെ ആയിരിക്കും. അതാ ഇപ്പോൾ പറഞ്ഞ പാക്കറ്റ് പാല് കണക്കാവും. നമ്മൾ ആൽബക്കർക്കിൽ നിന്നും വണ്ടി എടുത്തു. ഇവിടെ നിന്ന് സാന്റാ റോസ, അങ്ങനെ 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 സാന്റാ റോസ കഴിഞ്ഞിട്ടുള്ള കോർവറ്റാണോ? ഒരു ലോഡ് കോർവറ്റ്.
ഇടയിലോട്ട് കയറ്റി വെച്ചിട്ടേ. അത് ശരിക്കും പാർക്കിംഗ് അല്ല, അത് പാർക്കിംഗ് അല്ല. അല്ല, അത് മറ്റവൻ കണ്ടതാ. അപ്പൊ അവൻ അപ്പുറത്ത് പോയിട്ട് തിരിച്ചിട്ട് ഇവിടുന്ന് ബൈക്ക് എടുക്കുവാണെങ്കിൽ ഓക്കെയാണ്. അവൻ ആ രണ്ടെണ്ണത്തിന്റെ ഇടയിലോട്ട് കയറി വെച്ചിട്ട് മനസ്സിലായി ബൈക്ക് എടുത്തു കഴിഞ്ഞപ്പം കിട്ടാൻ പാടും. ഈ നെറ്റ്ഫ്ലിക്സിൽ ബ്രേക്കിംഗ് ബാഡ് എന്നും പറഞ്ഞുകൊണ്ടൊരു സീരീസ് ഉണ്ട്. കീടിലം സീരീസാണ്. അപ്പം ആ സീരീസ് ഫുള്ള് നമ്മുടെ ഇവിടെ ആൽബക്കർക്കി ബേസ് ചെയ്താ. ന്യൂ മെക്സിക്കോ ഉണ്ട് ആൽബക്കർക്കി. ഫുള്ള് മറ്റേ മെത്തുണ്ടാക്കുന്നതാ. അറിയാലോ ഇവിടുത്തെ. ശരിക്കും റിയൽ ലൈഫിലും അതുപോലെയൊക്കെ തന്നെ ആവാനേ സാധ്യതയുള്ളൂ. അതുപോലത്തെ ഇതൊക്കെ കാണാനും കേൾക്കാനും നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടല്ലോ. നമ്മൾ ജന്മത്തിൽ പ്രതീക്ഷിക്കോ ഇതുപോലത്തെ ന്യൂ മെക്സിക്കോ പോലെ ഒരു സ്ഥലം അമേരിക്കയുടെ ഭാഗമാണെന്നൊക്കെ. ഇത് വന്ന് കണ്ട് കാണുമ്പോഴല്ലേ നമുക്ക് ഇങ്ങനെയും. പണ്ട് മറ്റേ ഏതൊരു ഇതുണ്ടല്ലോ, ഒരു വെള്ളക്കാരിയില്ലേ നാട്ടിൽ വന്നിട്ട് മലയാളമൊക്കെ പറഞ്ഞ് മലയാളത്തിൽ ബ്ലോഗ് ചെയ്യുന്ന വിളിക്കാൻ ഒരു വൈറ്റ് മറ്റേ നമ്മുടെ അമൃത. ന്യൂ മെക്സിക്കോ ഇവിടുത്തെ കാര്യത്തിയാ. ആണോ? എന്നെ കോക്കനട്ടോ അങ്ങനെയുണ്ട്. അടിപൊളി. ഓ, ഹെൽസ് ഏഞ്ചൽസ്. ഒരു സമയത്ത് ഇവന്മാരുടെ ആയിരുന്നു ഈ നാടൊക്കെ. അരിസോണ ഇവന്മാര് വന്നിട്ടുണ്ടെങ്കിൽ റോട്ടിൽ നിന്ന് എല്ലാവരും ഒതുങ്ങി കൊടുക്കുക ആ റൂട്ട് പോകാൻ വേണ്ടി. ഹെൽസ് ഏഞ്ചൽസാ പോയത്. ഭയങ്കര അധോലോക ടീമുകളായിരുന്നു. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. വണ്ടി ഓടിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രഗിന്റെ ട്രാഫിക്കിംഗ് ആയിരുന്നു മെയിനായിട്ട്. ഇവർക്ക് ഡ്രഗും വെപ്പൺസും. പക്ഷെ ഇപ്പൊ എല്ലാം അടിച്ചൊതുക്കി. എണ്ണം കുറഞ്ഞോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ച് തീർന്നാണോ? അല്ല, എന്ന് മാത്രല്ല ഇവരെ ഒരിക്കലും തീർക്കാൻ പറ്റില്ലായിരുന്നു. എന്നിട്ട് ഈ പോലീസുകാർ ഇവരുടെ തന്നെ നുഴഞ്ഞു കയറി ഹെൽസ് ഏഞ്ചൽസ് ആയിട്ട് ഇവരുടെ സീക്രട്ട് എല്ലാം പുറത്ത് കൊണ്ടുപോയി അവസാനം ലാസ് വേഗാസിൽ ഒരു വലിയ വെടിവെപ്പൊക്കെ ഉണ്ടായിരുന്നു. അതായത് 2 ബൈക്കർ ക്ലബുകൾ റൈവൽസ് ആയിട്ടുള്ള ഒന്ന് ഫോൺ അടിച്ചായിരുന്നു. ആ പോയ വാനില്ലേ, അതിന്റെ അകത്ത് ഡിസേബിൾഡ് പിള്ളേരായിരുന്നു. അപ്പൊ അവര് കൈകൊണ്ട് കാണിക്കുന്നുണ്ടായിരുന്നു എയർ ഹോൺ അടിക്കാൻ വേണ്ടി. അല്ല, ആ പിള്ളേര് കൈകൊണ്ട് അടിക്കാവെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. കാരണം ഒന്ന് നീട്ടി അടിച്ചാൽ അവർക്ക് സന്തോഷാവും. നിങ്ങൾ അടിക്കാറുണ്ടോ സാറിന് ഈ പിള്ളേര് പോകുമ്പോഴത്തേക്ക്? കുറെ കിടക്കുന്ന ആൾക്ക് ഇതല്ലേ, ചിലപ്പോ കിടന്ന് ഉറങ്ങുമ്പോഴേ ചിലപ്പോ അല്ലാതെ ചിലപ്പോ അടിക്കും. പിള്ളേര് ചിലപ്പോ ഫ്രണ്ട് സ്കൂൾ ബസ്സുകാർ വരും, ലൈറ്റ് ഇട്ട് ഇങ്ങനെ ലൈറ്റ് വിങ്ങിപ്പിച്ചിട്ട് മറ്റേ നേരത്തെ ഫ്രൈറ്റ് ലൈനർ ആയിരുന്നു. ഈ സ്വിച്ച് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കാണാൻ അടിപ്പിക്കാം നമ്മുടെ നാട്ടിൽ. അതാകുമ്പോ ഇമാര് വന്നിട്ട് പിള്ളേർ വന്നിട്ട് ചിലപ്പോ ചില ഡ്രൈവർമാരും മനഃപൂർവ്വം പുറകോട്ട് പോകും, എന്നിട്ട് പിന്നെയും കയറി വരും. പണ്ട് നമ്മള് ലോഡുള്ള ഹെവി ലോഡാണെങ്കിൽ നമ്മളെ 17 കൂടെ വിടിയല്ല കയറ്റം കയറാനേ, വണ്ടി ഒരുപാട് ചൂടാവൂലോ. അതുപോലെ അന്നേരം നമ്മൾ നേരെ അവിടുന്ന് ഇത് തന്നെ സ്പീനിക്സിൽ നിന്ന് 10 തന്നെ നേരെ സ്ട്രൈറ്റ് പോകും. എന്നിട്ട് ടക്സൺ എന്നും പറഞ്ഞുകൊണ്ടൊരു ഇതുണ്ടല്ലോ അവിടെ, ടക്സൺ. പിന്നെ അത് കഴിഞ്ഞിട്ട് 20-25 എന്ന് പറയുന്നത്. എന്നിട്ട് അതിവിടെ വന്നാൽ എന്നിട്ട് ഈ 40 കൂടെ കണ്ടിന്യൂ ചെയ്തങ്ങ് പോരും. ന്യൂ മെക്സിക്കോയിലെ ഒരു വലിയ ടൗൺ ഇതല്ലേ? ന്യൂ മെക്സിക്കോയിലെ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ടൗൺ ആൽബക്കർക്കി ആണെങ്കിലും ഇവരുടെ ക്യാപിറ്റൽ സാന്റാഫെയാ. സിറ്റി വെച്ച് നോക്കുമ്പോ സിറ്റിയുടെ വലുപ്പത്തിൽ ഇതാ. ഇപ്പൊ നമ്മുടെ ഒണ്ടാറിയോയുടെ കാര്യം പറഞ്ഞാൽ ടൊറന്റോ അല്ലേ കൊമേഴ്സ്യൽ ക്യാപിറ്റൽ, പക്ഷെ ശരിക്കും ക്യാപിറ്റല് ഓട്ടോവേ അല്ലേ. അതുപോലെ കുറെ നമ്മളെ ഇത് എന്നാ പറയാ, നമുക്ക് അബദ്ധം പറ്റുന്ന കുറെ ഉണ്ട്. ഇതൊക്കെ എനിക്ക് അബദ്ധം പറ്റിയിട്ടുള്ള എന്റെ വിചാരം ആൽബക്കർക്കി ക്യാപിറ്റൽ എന്നായിരുന്നു. ഇവൻ മോൺട്രിയോളിന്റെ ക്യാപിറ്റൽ ക്യൂബക് സിറ്റി അല്ലേ? സോറി, ക്യൂബക്കിന്റെ ക്യാപിറ്റൽ അല്ല, മറ്റേ ഇത് കാലിഫോർണിയയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് സാക്രമെന്റോ അല്ല,
സാക്രമെന്റോയും കണ്ട. ലോസ് ആഞ്ചലസും സാൻ ഫ്രാൻസിസ്കോയും വലിയ സിറ്റികളാണ്. അതെ 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 അതല്ലേ, അതിപ്പോ പുതിയ അറിവാട്ടോ, ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല അത്. സത്യമായിട്ട് കേട്ടോ, പൈസ ഉള്ള ഇഷ്ടം പോലെ സ്റ്റേറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും അവിടെ ഒന്നും ഈ മേൽപ്പാലങ്ങൾക്ക് പെയിന്റ് അടിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇത്രയ്ക്ക് വൃത്തിയോട് കൂടി മേൽപ്പാലങ്ങൾ അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ലൈറ്റ് കൊണ്ടു. പറഞ്ഞു വന്നതേ മറ്റേ ഈ ആദ്യത്തെ കാറ് കണ്ടുപിടിച്ചത് ഇവരാണല്ലോ, അമേരിക്ക ആണല്ലോ. ഈ ഫോർഡ് അങ്ങനത്തെ ആ ഒരു ഇതിൻ്റെയൊക്കെ പേരിൽ, ഈ മോട്ടറിൻ്റെയും കാറിൻ്റെയൊക്കെ പേര് ഇവർ ഭയങ്കര പ്രൗഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഇവരുടെ സിറ്റിസൻസിന് ആവശ്യത്തിന് ഇതിനെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ള ഭയങ്കര ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ പ്രത്യേകിച്ച് ഡീസൽ ഉപയോഗിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും എൻജിൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചുമ്മാ ജനങ്ങൾക്ക് ഫുൾ ഫ്രീഡാ. ഇപ്പം കഴിഞ്ഞ ദിവസം മറ്റേ അമേരിക്കയുടെ ഫ്രീഡം, മറ്റേ അമേരിക്കയുടെ ജൂലൈ 4th നടന്നില്ലായിരുന്നോ? അമേരിക്കയുടെ ഇൻഡിപെൻഡൻസ് ഡേ ആണല്ലോ ജൂലൈ 4th. അന്ന് ആളുകളെല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്ന പല വിധത്തിലുള്ള വണ്ടികളും ഗിത്താറും റോക്ക് മ്യൂസിക്കും ദിസ് ഈസ് അമേരിക്ക എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കിടിലൻ സെറ്റപ്പായിരുന്നു. അങ്ങനെയാണ് ആൾക്കാർ ആഘോഷിക്കുന്നത്. അങ്ങനെയൊക്കെ നമ്മൾ റോഡിൽ ഇറങ്ങിയാലോ എല്ലാത്തിനും വീട്ടിൽ MVD വരും. എന്നിട്ട് എക്സോസ്റ്റിൻ്റെ സൗണ്ട് അത്രയും കൂടുതലായി നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവന്മാരാരാ, വീലി ഓടിക്കുന്നവരാരാ, സ്റ്റണ്ട് ചെയ്യുന്നവരാരാ. അതുകൊണ്ടാണ് നമ്മുടെ പിള്ളേരൊക്കെ മുരടിച്ചു പോണത്. അല്ലേ അവിടെ കിട്ടും. നന്നായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റി. മറ്റേ ട്രക്കും ട്രെയിലറും മൊത്തം ചുറ്റി നടന്ന് നോക്കി എല്ലാം ഓക്കെയാണ്. പിന്നെ നമുക്ക് വണ്ടി എടുത്തോണ്ട് പോയേക്കാം. നമ്മുടെ ദേശാചനൊന്ന് കുളിക്കാൻ പോയിട്ട് കുളിയൊന്നും ഫ്രീ ഇല്ലാത്തതിൻ്റെ ദേഷ്യത്തിലാണ്. അതെ, അതിൻ്റെ തലക്കൊക്കെ ഇച്ചിരി ചൂടുണ്ട്. അല്ല, നിങ്ങളിപ്പം കന്നാസിന്റെ കാര്യം പറഞ്ഞില്ലേ, വെള്ളം കൊണ്ടുപോയിട്ട് കയറി കുളിക്കേണ്ടി വരുമെന്ന്. കാരണം തെങ്ങ് ഷവറും ഇല്ല, ഒടുക്കത്തെ ചൂടുമല്ലേ. അത് ഞാൻ അത് പണ്ട് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾ പണ്ട് ചെയ്യുന്നപ്പം ഞങ്ങളുടെ ഇത് ഈ മറ്റേ കൂട്ടൊരു കന്നാസേ, 2 കന്നാസ്, അപ്പോൾ അതിനകത്ത് വെള്ളം പിടിച്ചു വെക്കും. എന്നിട്ട് ഞാൻ ആ സിംഗിള് പോയ ഇതില്ലേ, അങ്ങനെ വരുമ്പോ നമുക്ക് ഈ ട്രക്ക് സ്റ്റോപ്പിലൊന്നും പോയി കിടക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ഡ്രൈവിംഗ് ടൈം തീരൂലേ. അപ്പൊ വണ്ടി ഓടിച്ച് നേരെ നമുക്ക് ഡെലിവറി ചെയ്യേണ്ട ലൊക്കേഷനിൽ പോയാ കിടക്കുന്നത്. എന്നിട്ട് തിരിച്ചു വരും. അപ്പൊ രാത്രി നല്ല ചൂടാ, ഒരു രക്ഷയില്ല. ഇതിലെ പോലെ നല്ല ഈ രാത്രി ഒന്നും വണ്ടി ഐഡിൽ ചെയ്യാൻ പറ്റൂല്ലോ ഒരു പരിധി വിട്ട്. ആവശ്യമായിട്ടും ഒരു രക്ഷയില്ല. ഈ രാവിലെ എണീറ്റ് ഡോറ് തുറക്കണ വഴി ഓഫീസിലേക്ക് ഇതുപോലെ പോയി എങ്ങനെയാ വൃത്തിയായിട്ട് നിൽക്കുന്നത്. കുളിക്കുകയില്ല, വല്ലേക്കും ഇല്ലാത്ത ആധാരം നോക്കൂലേ അവര്. അപ്പം ഞാൻ എന്ത് ചെയ്തു, നമ്മൾ കുടിക്കാൻ വെച്ചേക്കണ വെള്ളത്തിൽ കൊണ്ട് ഒരു 3-4 കുപ്പി എടുത്തിട്ട് ഞാൻ മറ്റേ ട്രെയിലറിൻ്റെയും ട്രക്കിൻ്റെ ഇടയിൽ നിന്ന് നിക്കറ് വിട്ട് നേരെ ഒരൊറ്റ കുളിയും കുളിച്ച് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ബോഡി തണുപ്പിച്ച് ടവല് വെച്ച് തോർത്തിട്ടാ ഒന്ന് കിടന്നു പറയുന്നത്. അങ്ങനെ 2-3 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. കൊടും ചൂടാണ്. ഈ 50 ഡിഗ്രി 45 ഡിഗ്രിയിൽ നമ്മളിങ്ങനെ ഈ മെറ്റൽ ക്യാബിൻ്റെ അകത്ത് ജീവിക്കല്ലേ. ഞാൻ ഈ വിൻഷീൽഡ് ഒന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്തിട്ട് വരാവേ. സാറേ പോകാ. ഏതാ സാറേ? അല്ല, ബോർഡർ ക്രോസ് ചെയ്യുന്നതിൻ്റെ.
അത് റെഡിയായെന്നാണോ ഞാൻ പറഞ്ഞത്? അല്ല, ഈ മാനിഫെസ്റ്റിന്റെ ആപ്പിന്റെ നോട്ടിഫിക്കേഷൻ വന്നു. അപ്പൊ അതിനർത്ഥം എന്താ പണി അവിടെ നടക്കുന്നുണ്ട്. പണിയുന്നേ ഉള്ളൂ, പണി തുടങ്ങിയെന്നുള്ളത്. വെളിച്ചാടലായിരിക്കും ഇവിടെ വലിയ തിട്ട. വലിയ തിട്ടയല്ലേ? അതാ ചിലപ്പോ ഈ സൈഡ് വെച്ച് കഴിഞ്ഞാൽ മറ്റേ റിമ്മിന്റെ ഒക്കെ സൈഡ് ഇടിച്ച് ചിലപ്പോ ടയറും പൊട്ടി പോയി. ഇന്നാള് ഞാൻ ഓടിച്ചിരുന്ന അത് വേറെ ആരുടെ കൊണ്ടുപോയതാ കേട്ടോ. അകത്ത് റിമ്മിന്റെ അകത്തെ എന്തോ കുരുത്തം കൊണ്ട് ടയർ വെളിച്ചാടെ പോയിരുന്ന പൊട്ടിപ്പോയി. നമുക്ക് കാണുന്നത് നമ്മൾ പുറത്തുനിന്നല്ലേ നോക്കുന്നത്, അകത്ത് അത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ പറഞ്ഞ പോലെ എന്തോ ചാടിയതാ സംഭവം ഫ്രണ്ടിലത്തെ. അപ്പൊ എന്തോ ഒരു കുരുത്തത്തിന് നമ്മൾ മറ്റേ ബോണറ്റ് പൊക്കി നോക്കി കഴിഞ്ഞപ്പോ കമ്പനിയിൽ നിന്ന് എടുത്തപ്പോഴേ നോക്കിയപ്പോ ഇത് പൊട്ടിയിരിക്കുക. അന്നേരം പിന്നെ അവനോട് ക്രാക്കല്ല, ഒരു പീസ് ഇങ്ങനെ അടന്നു പോയേക്കും. ഏതാ റൗണ്ടിലെ പീസില്ലേ, അതായത് ടയർ വെളിയിലോട്ട് വേണേ വരാം. അതായത് ഇങ്ങനെ അങ്ങോട്ട് സൈഡ് ഒടിഞ്ഞപ്പം അകത്തെ ഇത് പൊട്ടിപ്പോയി ഒരു പീസ്. ഏകദേശം ഈ ഇത്രയുള്ള ഒരു കഷ്ണം. അന്ന് ഞാൻ പറയാ കോപ്പ് ഇതിനൊക്കെ ഇത് പറയാൻ പറ്റില്ല. ഇതിന്റെ അകത്ത് വേറെ ആരാണ്ട, എനിക്കൊന്ന് ഈ ലോക്കൽ ഓടിയത് ആരാണ്ട. എന്നിട്ട് നമ്മള് ട്രിപ്പ് എടുക്കാൻ വന്നു കഴിഞ്ഞപ്പോ എന്തോ കൊടുത്തുകൊണ്ട് നമ്മൾ ഓയിൽ ചേഞ്ച് കഴിഞ്ഞപ്പം ഈ ഇത് അകത്തുനിന്ന് നോക്കിയപ്പോ കണ്ടു അകത്താ. നമ്മൾ പുറത്തുനിന്ന് നോക്കി കാണത്തില്ല. ഇവിടെയൊക്കെ ഇങ്ങനെ ഈ സൈഡിലിരുന്നവനെ ഈ ഇട്ടേക്കുന്നില്ലേ, രാത്രി പണ്ടോരത്തിന്റെ ഇതുപോലെ ഇട്ടതാ, ഇവിടുന്ന് താഴെ പോയതാ. ശരി ശരിയാ. അതായത് നനവുണ്ടെങ്കിൽ അതങ്ങല്ല, ആദ്യം മയക്കത്തിലായിരിക്കും. അപ്പൊ രാത്രി ഇരുട്ടാ, കണ്ണ് തുറക്കാൻ പറ്റാണ് കാണിക്കും വരുന്നത്. അപ്പൊ പിന്നെ ടാറൻ ആ ലൈനിന്റെ അകത്തോട്ട് കയറ്റാനുള്ള ആ ഒരു ഇത് കാണിക്കും. പിന്നെ വെയിറ്റും കാണും, ചിലത് മറ്റേ പാലറ്റൊക്കെ പൊങ്ങിയിരിക്കുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസം നമ്മള് വന്നപ്പോ കണ്ടില്ല ഒരുത്തൻ സ്റ്റോപ്പ് സൈൻ ഒന്നും ശ്രദ്ധിക്കാതെ എങ്ങനെ തല കുത്തി കയറ്റി പോണത്. അവനിങ്ങനെ കണ്ണിങ്ങനെ തുറന്നു പിടിച്ചേക്ക. ഒന്നും അറിയ ഉറക്കം വന്നു കഴിഞ്ഞാൽ പ്രാന്തായി പോയിട്ട് നമുക്ക് എതുവഴിയാ പോണെന്ന് മനസ്സിലാവാത്ത സാഹചര്യങ്ങളുണ്ടാവും. അല്ല, നമുക്ക് തന്നെ അറിയാലോ ചില സമയത്ത് ഈ ഉറക്കം തൂങ്ങി വരുമ്പോഴേ ഹാലൂസിനേഷനാ, നമുക്കൊന്നും മനസ്സിലാവുകയല്ലേ രണ്ട് സൈഡിൽ എന്നാന്ന്. വലിയ വലിയ അപകടങ്ങളാണ് നടക്കുന്നത്.